ഹോൾ ആയാലോ. മിന്ത്രയിൽ നിന്ന് ഞാൻ മേടിച്ച കുറച്ച് അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആട്ടോ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഏതായാലും കല്യാണ സീസൺ ഒക്കെ അല്ലേ, അപ്പോൾ ഡ്രസ്സപ്പ് ചെയ്യാൻ കുറച്ച് പേർക്കെങ്കിലും ഇത് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാൻ ഇതെല്ലാം മേടിച്ചത് കഴിഞ്ഞ ആഴ്ച ആട്ടോ. അപ്പൊ ഞാൻ മേടിച്ച പ്രൈസിനേക്കാളും നല്ല വിലക്കുറവിൽ നിങ്ങൾക്ക് ഇപ്പൊ ഷോപ്പ് ചെയ്യാം. കാരണം ഞാൻ ഇപ്പം എന്ന് പറയാൻ കാരണം March 2nd to 9th വരെ മിന്ത്രയുടെ ബർത്ത്ഡേ ബ്ലാസ്റ്റ് സെയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ പീസുകൾക്കും 50 to 90% ഓഫ് വരെ ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും മിന്ത്രയിൽ നിന്ന് ഷോപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റും. എല്ലാ പ്രോഡക്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് സെക്ഷനിലും ഇട്ടേക്കാം. ഞാൻ മേടിച്ച ഈ സെറ്റുകൾക്ക് മാത്രമല്ല കേട്ടോ, എല്ലാത്തിനും പൊതുവെ ഓഫർ ഉണ്ട്. പിന്നെ ഞാൻ മേടിച്ചതിന് സ്പെസിഫിക്കലി ഞാൻ മേടിച്ച പ്രൈസും അതുപോലെ തന്നെ ഇപ്പോഴുള്ള ഓഫർ പ്രൈസും ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്കും കുറച്ച് ഐഡിയ കിട്ടും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പൊ നിങ്ങൾ എൻ്റെ കഴിഞ്ഞ മീഷോ ഹാള് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാട്ടോ. അത് ഡെഫിനറ്റ്ലി ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. കാരണം ഞാൻ കാണിച്ച കുർത്ത സെറ്റ്സിനെക്കാളും ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തത് ഞാൻ ഇട്ടുകൊണ്ടിരുന്ന കുർത്ത സെറ്റിന്റെ ലിങ്ക് ആട്ടോ. അതായത് ചോദിച്ചവർക്കൊക്കെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ദാ ആ കുർത്ത സെറ്റ് ആണ് ദാ ഇത്. ലിബാസ് എന്ന ബ്രാൻഡിൽ ഞാൻ മേടിച്ച ഒരു ഡാർക്ക് ഗ്രീൻ കളറിലെ ജെറി വർക്ക് വരുന്ന അനാർക്കലി കുർത്ത സെറ്റ് ആട്ടോ. ആൻഡ് ശ്രദ്ധിക്കുക, ഇതൊരു മോണോക്രോമാറ്റിക് സെറ്റ് ആണ്. അതായത് ടോപ്പ് ബോട്ടം ദുപ്പട്ട എല്ലാം തന്നെ ഡാർക്ക് ഗ്രീൻ കളറിലാണ്. ഇതിപ്പോ ഈ സൺലൈറ്റിന്റെ അടിയിലായോണ്ട് കേട്ടോ കുറച്ച് ലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ആക്ച്വലി ഇത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറാണ്. ആരോ ചോദിച്ചു ബ്ലാക്ക് കുർത്തയുടെ ലിങ്ക് ഒക്കെ തരുമോ എന്ന്. ബ്ലാക്ക് അല്ല കേട്ടോ, ഒരു ഡാർക്ക് ഗ്രീൻ, ഡീപ്പ് ഗ്രീൻ ഷെയ്ഡാണ്. നല്ല ഭംഗി ഉണ്ടാവും. നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന്, ഏത് ഇന്ത്യൻ സ്കിൻ ടോൺ ആണെങ്കിലും നല്ലോണം ചേരുന്ന ഒരു ഷെയ്ഡാണിത്. പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് ഇസ് ഡെഫിനറ്റ്ലി ആ ഒരു വർക്ക് വരുന്ന ഭാഗം. അതായത് റൗണ്ട് നെക്ക് വന്നിട്ട് ആ ഫിറ്റ് വരുന്ന പോർഷനിലൊക്കെ കുറച്ച് ഗോൾഡൻ ജെറി ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. അതേപോലെ തന്നെ 3/4 ആണ് സ്ലീവ്സ്. നെറ്റ് ആണ് കേട്ടോ സ്ലീവ്സ്. അതിന്റെ അവസാനവും ഇതുപോലത്തെ വർക്ക് വരുന്നുണ്ട്. സ്ലീവ്സ് മാത്രമല്ല, ആക്ച്വലി ഫുൾ ആ ഒരു ഹെംലൈൻ ആ ഒരു ഫ്ലെയർ വരുന്നത് മൊത്തം കംപ്ലീറ്റ്ലി നെറ്റ് ആണ്. പക്ഷെ പേടിക്കണ്ട, ഇതിൻ്റെ കൂടെ ലൈനിങ് വരുന്നുണ്ട്, അറ്റാച്ച്ഡ് ലൈനിങ് വരുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇതിന്റെ ബോട്ടം, ഇതൊരു പാർഷ്യലി ഇലാസ്റ്റിക്കേറ്റഡ് വേസ്റ്റ് ബാൻഡ് വരുന്ന ലൂസ് ഫിറ്റഡ് പലാസോ ബോട്ടം ആട്ടോ ഇതിൻ്റെ കൂടെ വരുന്നത്. ഇപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ അനാർക്കലിയുടെ കൂടെ ലൂസ് ഫിറ്റഡ് പലാസോ ഇടാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനോടൊരു പെൻസിൽ പാൻറ്റോ ലെഗിങ്സോ ഒക്കെ ഇട്ടാലും മതിയാവും. പാൻറ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കാരണം ഷോർട്ട് ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ, ഇപ്പൊ എനിക്ക് 5'1" ആണ്. അപ്പൊ അത്യാവശ്യം നല്ല നീളം ഉണ്ടായിരുന്നു ഈ ഒരു അനാർക്കലി ഞാൻ ഇട്ടപ്പോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്റെ ട്രൈ ഓൺ വീഡിയോ ഒന്ന് മനസ്സിലാവും. പിന്നെ ദുപ്പട്ടയാണ് ഹൈലൈറ്റ്. ഒരു നെറ്റ് മെറ്റീരിയൽ, ഓർഗൻസ് അല്ല കേട്ടോ, ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ഓഫ് നെറ്റ് മെറ്റീരിയലിൽ വരുന്നതാണ് ദുപ്പട്ട. ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ല. ഞാനിവിടെ ഫാൻ കുറച്ച് സ്പീഡിലൊക്കെ ഇട്ടുകൊണ്ടാ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എനിവേസ്, അപ്പൊ നമ്മുടെ അടുത്ത സെറ്റ് ഒരു പേർപ്പിൾ കളർ. നമ്മൾ പാർട്ടി വെയർ എന്ന് പറയുമ്പോൾ തന്നെ പേർപ്പിൾ, അങ്ങനത്തെ ഈ ഡാർക്ക് ഷെയ്ഡ്സ് ആണ് കൂടുതൽ പേര് പ്രിഫർ ചെയ്യുന്നത്. അങ്ങനത്തെ ആയിരിക്കും. അല്ല, നിങ്ങൾ പേസ്റ്റൽ ഷെയ്ഡ്സ് പ്രിഫർ ചെയ്യുന്നവരാണെങ്കിലും വെയിറ്റ് ചെയ്യും, നിങ്ങൾക്കും ഒരു പേസ്റ്റൽ ഷെയ്ഡിലെ കുർത്ത സെറ്റ് ഇന്നുണ്ട്. അടുത്തത് നമ്മളൊരു പേർപ്പിൾ കളർ, ഒരു റിച്ച് പേർപ്പിൾ കളറിലെ കുർത്ത സെറ്റ് ആട്ടോ. ഇതും ഒരു എന്താ പറയാ, സിൽക്ക് ബ്ലെൻഡ് ഫാബ്രിക്കിൽ വരുന്നതാണ്. കാരണം കൂടുതൽ ഈ പാർട്ടി വെയർ എന്ന് പറയുമ്പം ഒന്നെങ്കിൽ സീക്വൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ സിൽക്ക് ബ്ലെൻഡിലായിരിക്കും. അങ്ങനത്തെ ടൈപ്പ് ഓഫ് എന്താ പറയാ ജിൽബിൽ കുർത്ത സെറ്റ്സ് ആണല്ലോ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സെറ്റ്. ഒരു പേർപ്പിൾ കളറിലെ അനാർക്കലി കുർത്ത സെറ്റ് ആണ്. പക്ഷെ ഈ അനാർക്കലി എന്ന് പറഞ്ഞാൽ ആ ഒരു കുറച്ച് ഹെംലൈൻ കേറിയിട്ടാണ്, ഐ മീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് കേറിയിട്ടാണ്. നിങ്ങൾക്ക് എന്റെ ട്രൈ ഓൺ വീഡിയോന്ന് മനസ്സിലാവും. ഇങ്ങനെയാണ് അതിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ത്രെഡ് വർക്ക് ഡീറ്റെയിലിംഗ് ആണ്. ഇത് സീക്വൻസ് അല്ല കേട്ടോ, ത്രെഡ് വർക്ക് ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്. ആ ഒരു നെക്ക് ഏരിയയിൽ ഒരു വി നെക്ക് ആണ് വരുന്നത്. കഴിഞ്ഞത് റൗണ്ട് ആയിരുന്നു, ഇതൊരു വി നെക്ക് ആണ്. അപ്പം വി നെക്കാണ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നെക്ക് പീസ് ഒക്കെ ഇടണമെങ്കിലും ലൈറ്റ്, വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു നെക്ക് പീസ് ഇട്ടാൽ മതിയായിരിക്കും. കാരണം ഈ ഡ്രസ്സ് ഓൾറെഡി ഭയങ്കര റിച്ച് ആണ്. ആൻഡ് ഇതും മോണോക്രോമാറ്റിക് സെറ്റ് ആണ്. അതായത് ഇതിന്റെ ബോട്ടം വെയറും വരുന്നത് സെയിം കളറിലാണ് വരുന്നത്. അത്യാവശ്യം നീളമുള്ള ഒരു കുർത്ത സെറ്റ് ആണ്. എൻ്റെ ഹൈറ്റ് 5'1" ആണ്. എൻ്റെ ട്രൈ ഓൺ വീഡിയോയിൽ മനസ്സിലാവും ഇതിന് എത്രത്തോളം നീളം വരുന്നുണ്ടെന്ന്. പക്ഷെ പാൻറ് ഇടണം എന്ന് ആണ് എൻ്റെ ഒരു ഇത്. കാരണം കുറച്ച് കാല് കാണാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിന് സ്ലിറ്റ് ഇല്ല കേട്ടോ. സ്ലിറ്റ്
സ്ലിറ്റ് ഇല്ലാത്ത ടൈപ്പ്. ഒബ്വിയസ്ലി അനാർക്കലി എന്ന് പറയുമ്പം അങ്ങനെ സ്ലിറ്റ് ഉണ്ടാവില്ല, എന്നാലും ഞാൻ പറഞ്ഞതാ. ഇത് വരുന്ന സിൽക്ക് ബ്ലെൻഡ്, ബോട്ടവും സിൽക്ക് ബ്ലെൻഡ് ഫാബ്രിക്കിൽ തന്നെയാണ് വരുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ദുപ്പട്ടയാട്ടോ. ഒരു ഓർഗൻസ മെറ്റീരിയലിൽ വരുന്ന ദുപ്പട്ടയാണ്. ഇതേപോലത്തെ ഗോൾഡൻ ത്രെഡ് വർക്ക് ഡീറ്റെയിലിംഗ് അവിടെയും ഉണ്ട്. ഇത് ശരിക്കും ഒരു ഹൈലൈറ്റ് ആണ് ഈ സെറ്റിൽ. ഈ ദുപ്പട്ട മാത്രം മതി ലുക്ക് എലിവേറ്റ് ചെയ്യാനായിട്ട്. ആക്സസറീസ് പോലും നിങ്ങൾ അധികം ഹെവി ആയിട്ട് ഇതിന്റെ കൂടെ പെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ഫൈനലി ഇത് ഞാൻ മേടിച്ചിരിക്കുന്നത് സാംഗ്രിയ എന്ന ബ്രാൻഡിനാണ്. ഈ ഇടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു കുറച്ച് നാള് മുന്നേ. ഞാൻ ഇവിടെ ഒരു ഫോട്ടോ അറ്റാച്ച് ചെയ്യാം. ആലിയ ഭട്ട് ഫ്രണ്ടിന്റെ വെഡിങ്ങിന് ഇട്ടിരുന്ന ഒരു പിങ്ക് കളറിലെ കുർത്ത സെറ്റ്. എനിക്ക് പേഴ്സണലി ആ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനപ്പോ ഇങ്ങനെ അതേ കളറിലുള്ള കുറച്ച് കുർത്ത സെറ്റ്സ് ഇങ്ങനെ തപ്പി വന്നപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഈ ഒരു സെറ്റ്. എനിക്ക് അതിന്റെ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓൾമോസ്റ്റ് ആ ഒരു ഞാൻ ആലിയ ഭട്ടിന്റെ ഫോട്ടോയിൽ കണ്ട ഓൾമോസ്റ്റ് അതേ ഇത് വരുന്ന പോലത്തെ കളർ. ഞാൻ എക്സാക്ട്ലി ആ കുർത്ത സെറ്റ് ആണെന്ന് പറയുന്നില്ല, പക്ഷെ ആ കളർ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഞാൻ കാളിനി എന്ന ബ്രാൻഡിൽ നിന്ന് മേടിച്ച ഒരു കുർത്ത സെറ്റാണ്. ഇത് അനാർക്കലി അല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ലിറ്റ് വരുന്ന പോലത്തെ സാധാരണ ഒരു കുർത്ത സെറ്റാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് എങ്ങനെയാണ് ഞങ്ങൾ പാർട്ടി വെയർ ആയിട്ട് ഇട്ടുകൊണ്ട് പോകുന്നതെന്ന്. ആൻസർ ഞാൻ പറയാം. പ്രത്യേകിച്ച് ഭയങ്കരമായ ഡീറ്റെയിലിംഗ് ഒന്നുമില്ല, പക്ഷെ ഇതിന്റെ നെക്ക് നോക്ക്. ആ നെക്ക് ഏരിയയിൽ വരുന്ന ആ ഒരു വർക്ക് സീക്വൻസ് അല്ല, ത്രെഡ് വർക്ക് ആണ്. ഇവിടെയും ഒരു ജെറി ഡീറ്റെയിലിംഗ് ആണ് ആക്ച്വലി വീനെക്കിലും വരുന്നത്. അതുപോലെ കുട്ടി കുട്ടി ഇങ്ങനത്തെ ഫ്ലോറൽ ജെറി ആണെന്ന് തോന്നുന്നു. ആ വർക്ക് ഓൾ ത്രൂ ഔട്ട് ദ ബോഡി ആൻഡ് സ്ലീവ്സിലും ഉണ്ട്. ഇതിന്റെ ബോട്ടം വെയർ വളരെ സിമ്പിൾ ആണ്. ഒരു പ്ലെയിൻ ലൂസ് ഫിറ്റഡ് ആയിട്ടുള്ള ഒരു ബോട്ടമാണ്. പലാസോ ഒന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഒരു ലൂസ് ഫിറ്റഡ് ബോട്ടം ആണ്. ആൻഡ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇതിന്റെ ദുപ്പട്ടയാണ്. അത് ഞാൻ വേണ്ട വിധത്തിൽ ഞാൻ ചെയ്ത രീതിയിലാണോ ഇത് സ്റ്റൈൽ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. മേ ബി ഞാൻ ഇവിടെ ഒരു ഫോട്ടോ അറ്റാച്ച് ചെയ്യാം. ഇതേപോലെ ഇട്ടാൽ കുറച്ചും കൂടി ഒരു സ്റ്റൈലിഷ് ആവും എനിക്ക് ഫീൽ ചെയ്യുന്നു. അല്ല നിങ്ങളിപ്പോ വെറുതെ ഒരു വൺ സൈഡ് ഇട്ടാലും നല്ല ഭംഗിയാണ്. കാരണം ഈ ദുപ്പട്ട കാണാൻ നല്ല ഭംഗിയാട്ടോ. ഒരു ഇതുപോലത്തെ ഗോൾഡൻ ഡീറ്റെയിലിംഗ് വരുന്ന എഡ്ജസിലൊക്കെ ഗോൾഡൻ ഡീറ്റെയിലിംഗ് വരുന്ന ദുപ്പട്ടയാണ്. ഇനി വൈ ഇസ് ദിസ് യുവർ പെർഫെക്റ്റ് പാർട്ടി വെയർ? അതിന്റെ കളർ തന്നെയാണ്. കാരണം ആ ഒരു റിച്ച് പിങ്ക് കളർ ഒരിക്കലും നമ്മൾ ഓഫീസിൽ ഡെയിലി വെയർ ആയിട്ട് ഇട്ടുകൊണ്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാനിടില്ല, കാരണം അതത്ര ലൗഡ് ആയിട്ടുള്ള ഒരു കളറാണ്. അപ്പൊ ഒരു വെഡിങ്ങിനൊക്കെ ഇത് പെർഫെക്റ്റ് ആണ്. ഒന്നാമത്തേത് അതിന്റെ കളർ, രണ്ടാമത്തേത് ഇതിന്റെ എലഗന്റ് ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് ആണ്. ഒരുപാട് റിച്ച് വർക്ക് ഒന്നും ഇതിലില്ല. വളരെ സട്ടിലായിട്ട് എന്നാൽ എലഗന്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു പാർട്ടിക്കൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ ഒരു കുർത്ത സെറ്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ ഫോട്ടോ അറ്റാച്ച് ചെയ്യാം. അല്ലെങ്കിൽ ആലിയ ഭട്ട് സ്റ്റൈൽ ഇതുപോലെ നിങ്ങൾ ദുപ്പട്ട ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു എലഗന്റ് ലുക്ക് വരും. ഒരു കുട്ടിക്കാര്യം കൂടെ, ആ പിങ്ക് സെറ്റ് കോട്ടൺ ബ്ലെൻഡ് ഫാബ്രിക്കിലാട്ടോ വരുന്നത്. അപ്പൊ ചൂടുകാലത്തൊക്കെ നിങ്ങൾക്ക് ഇട്ടുകൊണ്ട് നടക്കാനും ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും അത്. ഇനി അടുത്തത് വരാങ്ക എന്ന ഒരു ബ്രാൻഡിൽ നിന്ന് മേടിച്ച ഒരു ബ്ലൂയിഷ് ഗ്രീൻ കളറിൽ ഒരു ഡബിൾ ഷെയ്ഡ് വരുന്ന പോലത്തെ ഒരു ബ്യൂട്ടിഫുൾ കുർത്ത സെറ്റ് ആണ്. ഇതും കഴിഞ്ഞ സെറ്റ് പോലെ തന്നെ കുർത്ത സെറ്റ് ആണ്, അനാർക്കലി ടൈപ്പ് അല്ല. അതായത് സ്ലിറ്റ് വരുന്ന പോലത്തെ ടൈപ്പ് ഓഫ് കുർത്ത സെറ്റ് ആണ്. ടോപ്പും ബോട്ടവും വരുന്നത് മോണോക്രോമാറ്റിക് ആണ്, സെയിം കളറിലാണ്. ഇത് വരുന്നത് ഒരു സിൽക്ക് ബ്ലെൻഡ് ഫാബ്രിക്കിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു പെർഫെക്റ്റ് പാർട്ടി വെയർ ആണിത്. ആൻഡ് ഡീറ്റെയിലിംഗ് നെക്കിലോട്ട് വരുമ്പോൾ, നെക്കിലും പിന്നെ ആ ഒരു ചെസ്റ്റ് ഏരിയയിലും ഒക്കെയാണ് ഇതിന്റെ ഡീറ്റെയിലിംഗ് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ആ ഒരു പോർഷനിലാണ് വരുന്നത്. പിന്നെ ബോട്ടം എന്ന് പറഞ്ഞാൽ പലാസോ എന്ന് പറയാൻ പറ്റില്ല, ഒരു ജസ്റ്റ് ഒരു ലൂസ് ഫിറ്റഡ് ബോട്ടം എന്നേ ഉള്ളൂ. ഇലാസ്റ്റിക്കേറ്റഡ് വേസ്റ്റ് ബാൻഡ് ആണ് വരുന്നത്. പിന്നെ ഈ സെറ്റിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നതും ഇതിന്റെ ദുപ്പട്ടയാണ്. കാരണം ഇത് കോൺട്രാസ്റ്റ് ആയിട്ടാണ് വരുന്നത്. ഇതുവരെയുള്ള എല്ലാ സെറ്റും നമുക്ക് മോണോക്രോമാറ്റിക് ആയിരുന്നു, എല്ലാം ഒരേ കളറിലാണ്. പക്ഷെ ഇതിനൊരു കോൺട്രാസ്റ്റ് ആണ് ദുപ്പട്ട വരുന്നത്. അതായത് ടോപ്പ് ബ്ലൂയിഷ് ഗ്രീനും കോൺട്രാസ്റ്റ് ഒരു ഓറഞ്ച് കളറിലെ ദുപ്പട്ട. സോ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ആ ഒരു മൊണോട്ടണി ബ്രേക്ക് ചെയ്തത്. ഇതൊരു നെറ്റ് ഫാബ്രിക്കിലാണ് വരുന്നത്. കണ്ടോ, നീളവും വീതിയും ഒക്കെ ഇതിന് ആവശ്യത്തിലധികം ഉണ്ട്. അതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. ഇതിനാകെ കൂടെ എനിക്ക് തോന്നിയ പ്രശ്നം, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ പോലെ ഞാൻ എല്ലാം എടുത്തിരിക്കുന്നത് മീഡിയം സൈസിലാണ്. പക്ഷെ ഇത് മാത്രം എനിക്ക് കുറച്ച് ടൈറ്റ് ആയിട്ട്, അതായത് ടോപ്പ് കുറച്ച് ടൈറ്റ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. കാരണം ഞാൻ അങ്ങനെ ഒരുപാട് ടൈറ്റ് ഡ്രസ്സസ് ഇടുന്ന ഒരാളല്ല. അപ്പൊ നിങ്ങൾക്ക് ഫിറ്റ് ആയിട്ട് കിടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈസ് ചാർട്ട് പ്രകാരം തന്നെ മേടിച്ചോളൂ. അല്ല കുറച്ച് ലൂസായിട്ട് കിടക്കണം എന്നുണ്ടെങ്കിൽ ഒരു സൈസ് അപ്പ് മേടിച്ചാൽ നന്നായിരിക്കും. ആൻഡ് ഫൈനലി ഞാൻ പ്രോമിസ് ചെയ്ത പോലെ തന്നെ ഒരു പേസ്റ്റൽ ഷെയ്ഡില്, പേസ്റ്റൽ എന്ന് പറയാൻ പറ്റില്ല എന്നാലും കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡിലെ കുർത്ത സെറ്റ് ആണ്. ഇതൊരു അനാർക്കലി എന്ന് പറയാൻ പറ്റില്ല,
എന്നാൽ അത്ര ജിൽബിൽ വർക്ക് ഒന്നും ഇല്ലാത്ത പോലത്തെ ഒരു സിമ്പിൾ ആൻഡ് വെരി സട്ടിൽ കുർത്ത സെറ്റ് ആട്ടോ. ഇത് ഞാൻ മേടിച്ചിരിക്കുന്നത് ഹീപോഷ് എന്ന ബ്രാൻഡിൽ നിന്നാണ്. ഒരു അണിയൻ പിങ്ക് കളറിലെ കുർത്ത സെറ്റ് ആണ് ഇത്. പക്ഷേ എന്താ പറയാ, കുറച്ച് പ്രിന്റഡ് ഫാബ്രിക്കിലാണ് അതായത് വരുന്നത്. ഒരുപാട് ഡിസൈൻ വർക്ക് ഒന്നും തന്നെ ഇതിലില്ല. പിന്നെ ശ്രദ്ധിക്കുക, ഇതിന് സ്ലിറ്റ് ഇല്ലാത്ത ടൈപ്പ് ഓഫ് അനാർക്കലി പോലെ കിടക്കുന്ന ഒരു കുർത്ത സെറ്റ് ആണ്. ഇതും വരുന്നത് ഒരു കോട്ടൺ ബ്ലെൻഡ് ഫാബ്രിക്കിലാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം ചൂട് കാലത്തൊക്കെ എവിടെയെങ്കിലും ഫങ്ഷൻസ് ഒക്കെ ഇട്ടുകൊണ്ട് പോകാൻ ഇത് പെർഫെക്റ്റ് ആയിരിക്കും. ആൻഡ് ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്. കുറച്ച് വൈറ്റ് ത്രെഡ് വർക്ക് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്, വൈറ്റ് ആൻഡ് ലൈറ്റ് പിങ്ക്, അത്രേ ഉള്ളൂ, വേറെ ഒന്നും തന്നെ ഇതിനില്ല. പിന്നെ കുറച്ചിതാ ഈ ഒരു ബെൽ സ്ലീവ്സ് ആണ് ഇതിനുള്ളത്. ഒരു ബെൽ സ്ലീവ്, ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. കുറച്ച് ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ ബോട്ടം ഒരു പ്ലെയിൻ ഓണിയൻ പിങ്ക് കളറിലെ ലൂസ് ഫിറ്റഡ് പലാസോ ബോട്ടം ആണ്. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മറ്റെല്ലാ സെറ്റിനെ പോലെ തന്നെയും ഇതിന്റെ ദുപ്പട്ടയാണ്. കാരണം ഇത് മാത്രം മതി ആ ലുക്ക് കംപ്ലീറ്റ്ലി എലിവേറ്റ് ചെയ്യാനായിട്ട്. ജസ്റ്റ് ലുക്ക് അറ്റ് ദാറ്റ്. എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വരുന്ന ഒരു ഓർഗൻസ മെറ്റീരിയലി വരുന്ന ദുപ്പട്ടയാണ് ഇത്. നിങ്ങൾക്ക് സിംഗിൾ ലെയർ ഇടുന്നതാണ് ഇതിന്റെ ഒരു ഭംഗി. കാരണം മൊത്തത്തിൽ ആ ഒരു പ്ലെയിൻ ദുപ്പട്ടയുടെ ലുക്കിനെ തന്നെ പ്ലെയിൻ കുർത്തയുടെ ലുക്കിനെ തന്നെ എലിവേറ്റ് ചെയ്യുന്നത് ഈ ഒരു വൈറ്റ് എംബ്രോയിഡറി വരുന്ന ദുപ്പട്ടയാട്ടോ. തെറ്റിപ്പോണു പറഞ്ഞു. എനിവേസ്, അപ്പം ഇത് ഞാൻ രണ്ടാമത്തെ തവണ കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. ആദ്യത്തെ തവണ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ റെക്കോർഡ് പ്രസ് ചെയ്യാൻ മറന്നുപോയി. നെവർ മൈൻഡ്. സോ ദാറ്റ്സ് ഹൗ ഇറ്റ് ഇസ്. അപ്പം ഇതാണ് ആ ദുപ്പട്ട. അപ്പൊ മൊത്തത്തിൽ നിങ്ങൾക്ക് എന്റെ ട്രൈ ഓൺ വീഡിയോ മനസ്സിലാവും. ആ ദുപ്പട്ട വരുമ്പോൾ തന്നെ ആ ഒരു ലുക്ക് കംപ്ലീറ്റ്ലി അങ്ങ് മാറുകയാണ്. പിന്നെ എനിക്ക് തോന്നിയ ഒരു സജഷൻ എന്താന്ന് വെച്ചാൽ, ഞാൻ മേടിച്ചിരിക്കുന്നത് മീഡിയം സൈസിലാണ്. ആൻഡ് കുറച്ച് മേ ബി ആ ഡ്രസ്സിന്റെ ഡിസൈൻ അങ്ങനെ ആയതുകൊണ്ടാവാം കേട്ടോ, എനിക്കിങ്ങനെ ഭയങ്കര ഭയങ്കര ലൂസ് ഫിറ്റ് ആയിട്ട് കിടക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ചിലപ്പം അതിന്റെ ഫിറ്റ് അങ്ങനെ ആയിരിക്കാം, പക്ഷെ എനിക്ക് പേഴ്സണലി അങ്ങനെ ഇട്ടിട്ട് കുറച്ച് ലൂസ് ഫിറ്റ് ആയിട്ട് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് എന്റെ ട്രൈ ഓൺ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാം കേട്ടോ. അതായത് നിങ്ങൾക്ക് അങ്ങനത്തെ ഫിറ്റ് വേണം എന്നാണെങ്കിൽ യു മേ ഗോ ആസ് പെർ ദി സൈസ് ചാർട്ട്. അല്ല കുറച്ചും കൂടെ ഫിറ്റ് ആയിട്ട് കിടക്കണം എന്നുണ്ടെങ്കിൽ ഒരു സൈസ് ഡൗൺ മേടിക്കുക. ഓക്കെ, കാരണം നെക്ക് ഏരിയ ഒക്കെ കുറച്ച് എനിക്ക് ലൂസായിട്ടാണ് തോന്നിയത് കേട്ടോ. കാരണം എനിക്ക് പേടിയായിരുന്നു. മീഡിയത്തിലാണെന്ന് തോന്നുന്നു ഞാൻ എടുത്തിരിക്കുന്നത്. അതെ, മീഡിയം ആണ്. അപ്പൊ ഈ മീഡിയത്തിൽ നിന്ന് സ്മോൾ എടുക്കാൻ എനിക്കൊരു പേടിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എടുക്കാഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഫിറ്റിംഗ് അതുപോലെ വേണ്ടതെങ്കിൽ യു മേ ഗോ ആസ് പെർ ദി സൈസ് ചാർട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനിയും കുറച്ച് മിന്ത്ര ഹോൾസ് കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ ചെക്ക്ഔട്ട് ചെയ്യുക.